ഹജ്ജ് അലി ശരീഅത്തി. അധ്യായം 1. ഒരു പൊള്ള ദർശനത്തിൻ്റെ നിരാസം. ഇന്ന് ജീവിതം അഥവാ നാം ജീവിക്കേണ്ട ജീവിതമല്ല, അലസമായ ഒരു ചാക്രിക കർമ്മമാണ് ലക്ഷ്യമില്ലാത്ത ഒരു ചലനം. രാത്രി അവസാനിക്കാൻ വേണ്ടി മാത്രം രാവിലെ അർത്ഥശൂന്യമായ ഒരു ദോലക ചലനം തുടങ്ങുന്നു. പ്രഭാതത്തിൽ അപ്രത്യക്ഷമാവാൻ വേണ്ടി മാത്രം രാത്രിയും ആരംഭിക്കുന്നു. അതിനിടക്ക് ജീവിതസൂത്രങ്ങൾ കരണ്ടു തിന്നുന്ന കറുത്തതും വെളുത്തതുമായ എലികളെ നോക്കുന്ന തിരക്കിലാണ് മനുഷ്യർ. നാം ഇപ്പോൾ ജീവിക്കുന്ന ഒരു നാടകശാലയാണ്. നാം ഇപ്പോൾ ജീവിക്കുന്ന ജീവിതം ഒരു നാടകശാലയാണ്. മനുഷ്യർ ഇവിടെ ലക്ഷ്യശൂന്യമായ ദിനരാത്രങ്ങൾ കഴിക്കുന്നു. എന്തൊരു അസംബന്ധമായ നാടകമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യങ്ങൾ വരുമ്പോൾ അവ നിറവേറ്റാൻ നിങ്ങൾ പ്രത്യാശയോടെ ശ്രമിക്കുന്നു. അവ നിറവേറ്റിക്കഴിയുമ്പോഴോ നിങ്ങൾ നിങ്ങളുടെ ശ്രമങ്ങളെ പരിഹാസത്തോടെ വീക്ഷിക്കുന്നു. ജീവിക്കാൻ എത്ര യുക്തിയറ്റ ദർശനമാണിത്! നിത്യജീവിതത്തിൽ മനുഷ്യന് ദിശ നഷ്ടപ്പെട്ടിരിക്കുന്നു. ജീവിക്കണം എന്നൊരു ലക്ഷ്യമേ അവനുള്ളൂ. തൽഫലമായി ജീവിക്കുന്ന ശരീരത്തിൽ ചത്ത ആത്മാവുണ്ടാകുന്നു. ഈ ജീർണാവസ്ഥ ഹജ്ജ് അനുഭവം മാറ്റിമറിക്കുന്നു. നിങ്ങൾ ഹജ്ജ് ചെയ്യാൻ തീരുമാനിക്കുകയും അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നതോടൊപ്പം ഹജ്ജ് സാക്ഷാത്കരിക്കുന്നതിൻ്റെ മാർഗത്തിലായി. ഹജ്ജിന് മുമ്പ് നിങ്ങൾ സമാധാനത്തോടെ വീട്ടിൽ വിശ്രമിക്കുകയായിരുന്നു. ഹജ്ജ് ചെയ്യാൻ മനസ്സ് പാകപ്പെടുത്തുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പരിചിത പരിസരം ഉപേക്ഷിക്കുകയും ഉണർന്നെണീക്കുകയും ചെയ്യും. ഹജ്ജ് എന്നത് ലക്ഷ്യരാഹിത്യത്തിൻ്റെ എതിർധ്രുവമാണ്. ദുശക്തികൾ നിയന്ത്രിക്കുന്ന ഒരു അഭിശപ്ത വിധിക്കെതിരെയുള്ള പ്രതിഷേധമാണ് അത്. പ്രഹേളികകളുടെ സങ്കീർണമായ വലക്കണ്ണികളിൽ നിന്ന് രക്ഷ നേടാൻ ഹജ്ജ് നിങ്ങളെ പ്രാപ്തനാക്കുന്നു. വിപ്ലവകരമായ ഈ കർമ്മം നിങ്ങൾക്ക് ചക്രവാളം വ്യക്തമാക്കി തരികയും സർവശക്തനായ അള്ളാഹുവിലേക്കും അനശ്വരതയിലേക്കുമുള്ള പാത തെളിയിച്ചു തരികയും ചെയ്യും. അതിനാൽ നിങ്ങൾ വീടുപേക്ഷിക്കൂ, ദൈവത്തിൻ്റെ ഭവനം സന്ദർശിക്കൂ. നിങ്ങൾ ആരായാലും ഒരു മനുഷ്യനാണ്, ആദം സന്തതി, ഭൂമിയിൽ അള്ളാഹുവിൻ്റെ പ്രതിനിധി. അള്ളാഹുവിൻ്റെ ബന്ധുവാണ് നിങ്ങൾ, അള്ളാഹുവിൻ്റെ സ്വത്ത് സൂക്ഷിപ്പുകാരൻ, അവനയച്ച പ്രകൃതിയുടെ ഉടമ, അവൻ്റെ ശിഷ്യൻ. അള്ളാഹു നിങ്ങൾക്ക് നാമങ്ങൾ കേൾപ്പിച്ചു തന്നു. അവൻ്റെ ചൈതന്യത്തിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചു. നിങ്ങൾക്ക് വിശേഷ ഗുണങ്ങൾ പ്രദാനം ചെയ്തു. അവർ നിങ്ങളെ പ്രശംസിച്ചു. അവൻ്റെ മാലാഖമാർ നിങ്ങളെ നമിച്ചു. ഈ ഭൂമിയും അതിലുള്ളതും നിങ്ങൾക്ക് ലഭ്യമാക്കിയിരിക്കുന്നു. ദൈവം നിങ്ങളുടെ കൂട്ടുകാരനാണ്. അവൻ ഏതവസരത്തിലും നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ എല്ലാ കർമ്മവും അവൻ കാണുന്നു. അവൻ്റെ പ്രതീക്ഷയ്ക്കൊത്തുയരാൻ നിങ്ങൾക്കാവുമോ? പ്രവാചകൻ പറയുന്നു, വിശ്വാസികളുടെ ഹൃദയം കരുണാമയനായ അള്ളാഹുവിൻ്റെ ഇരിപ്പിടമാണ്. ഖുർആൻ പറയുന്നു, സത്യസന്ധരും നിഷേധികളുമാരെന്ന് അള്ളാഹു അറിയുക തന്നെ ചെയ്യും. 29-ാമത്തെ അധ്യായം 3-ാമത്തെ വചനം. അദൃശ്യമായിക്കൊണ്ട് തന്നെ അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും സഹായിക്കുന്നവരെ മനസ്സിലാക്കാൻ വേണ്ടി 57-ാമത്തെ അധ്യായം 25-ാമത്തെ സൂക്തം. ഭൂമിയുടെ ഉപരിതലത്തിലുള്ള എല്ലാ വസ്തുക്കളെയും നാം അലങ്കാരമാക്കിയിരിക്കുന്നു. 18-ാം അധ്യായം 7-ാമത്തെ സൂക്തം. നിങ്ങളിൽ സൽക്കർമ്മം ചെയ്യുന്നവനാരാണെന്ന് പരീക്ഷിക്കാൻ വേണ്ടി ജീവിതവും മരണവും സൃഷ്ടിച്ചവനാണ് അള്ളാഹു. അവൻ പ്രതാപശാലിയും പൊറുക്കുന്നവനുമാകുന്നു. 67-ാമത്തെ അധ്യായം 2-ാമത്തെ വചനം. മനുഷ്യാവകാശങ്ങളും മനുഷ്യരുടെ കടമകളും അവഗണിക്കുന്ന സാമൂഹിക വ്യവസ്ഥ സ്വാധീനിച്ചതിനാൽ നിങ്ങളുടെ സ്വഭാവമാകെ മാറിപ്പോയിരിക്കുന്നു. ജീവിതാവൃത്തികൾ നിങ്ങളെ അന്യവൽകൃതനും അശ്രദ്ധനുമാക്കി പരിവർത്തിപ്പിച്ചിരിക്കുന്നു. തുടക്കത്തിൽ അള്ളാഹുവിൻ്റെ ചൈതന്യം മനസ്സിലുണ്ടായതിനാൽ അവൻ്റെ സൂക്ഷിപ്പുകാരൻ എന്ന ബാധ്യത നിങ്ങൾ നിറവേറ്റുമെന്നാണ് കരുതപ്പെട്ടിരുന്നത്. ഈ ബാധ്യത പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് അവൻ കാലം അനുവദിച്ചു. പക്ഷേ കാലം എന്ന സമ്മാനം അശ്രദ്ധമായി ചെലവഴിച്ചതിനാൽ നിങ്ങൾ പരാജയപ്പെട്ടു. കാലം സാക്ഷി, മനുഷ്യൻ നഷ്ടത്തിൽ തന്നെയാകുന്നു. 103-ാം അധ്യായം 1-2 വചനങ്ങൾ. ഇതാണോ ജീവിതം? സത്യത്തിൽ നിങ്ങൾ എന്താണ് നേടിയത്? ക്രിയാത്മകമായ എന്ത് സംഭാവനകൾ നിങ്ങൾ ലോകത്തിനു നൽകി? വിലപ്പെട്ട അനേക വർഷങ്ങൾ ജീവിച്ചിട്ടും നിങ്ങളിപ്പോൾ ആരാണ്? അള്ളാഹുവിൻ്റെ പ്രതിനിധി, സൂക്ഷിപ്പുകാരാ. നിങ്ങൾ പണം, സെക്സ്, ആർത്തി, ആക്രമണം എന്നിവയിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. അള്ളാഹു അവൻ്റെ വിശുദ്ധ ചൈതന്യം നിങ്ങൾക്ക് പകർന്നു തരുന്നതിന് മുമ്പുള്ള നീചാവസ്ഥയിലേക്ക് നിങ്ങൾ വഴുതിപ്പോയിരിക്കുന്നു. എവിടെയാണിപ്പോൾ നിങ്ങളുടെ
ദൈവിക ചൈതന്യം, ഹേ മനുഷ്യ, ഈ ജീർണാവസ്ഥയിൽ നിന്ന് ഉണരൂ, ഈ അനുക്രമ ചരമത്തിൽ നിന്ന് മോചിതനാവൂ, നിന്റെ ഇപ്പോഴത്തെ ചുറ്റുപാടിൽ നിന്നകന്ന് വിശുദ്ധ മണ്ണിലേക്ക് പോകൂ. അവിടെ നീ മഷ്അറിൻ്റെ പ്രചോദനം നൽകുന്ന നഫസിൻ്റെ കീഴിൽ അള്ളാഹുവെ ദർശിക്കും. നിന്റെ അന്യവൽക്കരണത്തെ അതിജയിക്കും. നീ നിന്നെ തന്നെ കണ്ടെത്തും.